ഇന്നാണ് സയനയുടെ എൻഗേജ്മെൻറ്റ്. അങ്ങനെ രാവിലെ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അനഘ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മണിക്കാണ് ഫംഗ്ഷൻ. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സയന ഫോട്ടോഷൂട്ടിനായിട്ട് പോയി. ഞങ്ങൾ നേരെ പള്ളിയിലേക്കാണ് പോയത്. ഇതാണ് ക്രിസ്റ്റി. ഞങ്ങൾ ആദ്യമായിട്ടാണ് പള്ളിയിലെ ഫംഗ്ഷനൊക്കെ കൂടുന്നത്. അങ്ങനെ അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ഇറങ്ങി. പുറത്ത് നല്ല ചൂടായിരുന്നു. അവിടുന്ന് ഗ്രേപ്പ് ജ്യൂസും വാട്ടർമെലൺ ജ്യൂസും പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് ഇരുന്ന് സയനയ്ക്ക് വേണ്ടി ക്രിസ്റ്റി പാട്ടൊക്കെ പാടുന്നുണ്ടായി. നല്ല രസമുണ്ടായിരുന്നു. ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് വൈനൊക്കെ കുടിച്ച് ഒരുപാട് സന്തോഷം തോന്നി അവരെ ഇങ്ങനെ ഈ സ്റ്റേജിൽ കാണുമ്പോൾ. കാരണം 8 വർഷമായിട്ടുള്ള അവരുടെ ഒരു ഡ്രീം മൊമെൻ്റ് ആയിരുന്നു ഇത്. പിന്നെ ഞങ്ങൾ ഇന്നലെ പഠിച്ച് കൊളാക്കി ഞങ്ങളുടെ ഡാൻസ് ആയിരുന്നു. ഇതിൽ ക്രിസ്റ്റി സയനയും നന്നായിട്ട് കളിച്ചു. അവരൊഴികെ ബാക്കി എല്ലാവരും ഓരോ സ്റ്റെപ്പും എങ്ങനെ തെറ്റിച്ച് ഡാൻസ് കളിക്കുക എന്നാണ് കാണിച്ചത്. പക്ഷെ കുഴപ്പമില്ല. ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ഡാൻസ് കളിച്ച ക്ഷീണം മാറ്റാനായിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ബ്രൗണി വിത്ത് ഐസ്ക്രീമും വെറൈറ്റീസ് ഓഫ് ടീ ഒക്കെ ഉണ്ടായിരുന്നു. ഹിബിസ്കസ് ടീ, ജിഞ്ചർ ടീ, റോസ് ടീ, ബാക്കി ടീയുടെ പേര് ഓർമ്മയില്ല. എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു. ഇവിടുന്ന് വൈകുന്നേരം ഞങ്ങൾ നേരിട്ട് സയനയുടെ വീട്ടിൽ തന്നെയാണ് പോയത്. കാരണം അർത്തുങ്കൽ പള്ളി പെരുന്നാൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. എല്ലാ വർഷവും കൂടണമെന്ന് കരുതിയെങ്കിലും ഞങ്ങൾക്ക് പറ്റാറില്ല. ഈ വർഷം ഞങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതി.